ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു സ്ഥലം വരെ പോവാണ്. നിങ്ങൾ തമിഴിൽ കണ്ടപോലെ തന്നെ ഒരു മിനി സ്വിറ്റ്സർലാൻഡ് തൃശ്ശൂരുണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് ഞങ്ങൾ പോവാണ്. അപ്പോൾ ഞങ്ങൾ മാത്രമല്ല, ചേട്ടായുടെ ഫ്രണ്ടും ആളുടെ വൈഫും കുട്ടിയായിട്ടാണ് അത് കേട്ടോ നമ്മൾ പോകുന്നത്. നമ്മൾ ഇവനുമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ സ്ഥലമൊക്കെ ഞാൻ വയ്യേ പറഞ്ഞുതരാം. പക്ഷെ ഇതിന്റെ ഇൻസ്റ്റാഗ്രാമിലുണ്ട് രജിസ്ട്രേഷൻ കൊടകരൊക്കെ പോവാം. റോഡിന്റെ ഹൈവേ അങ്ങനെ ഞങ്ങൾ യാത്രയ്ക്കൊടുവിൽ അവിടെ എത്തി കേട്ടോ. നല്ലൊരു അടിപൊളി സ്പോട്ടിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടാണ് കേട്ടോ സ്ഥലം സജസ്റ്റ് ചെയ്ത് പോയത്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പയ്യെ നടന്ന് നീങ്ങുകയാണ്. വണ്ടി പാർക്ക് ചെയ്യാനായിട്ടൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ചെറിയ ഇടുങ്ങിയ വഴികളാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വണ്ടി ഇട്ടുകൊണ്ട് തിരിച്ചു പോകാൻ നേരത്ത് നല്ല ബ്ലോക്കും കാര്യങ്ങളും ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇനി അങ്ങോട്ട് പയ്യെ നടന്ന് പോവുകയാണ് കേട്ടോ. സ്വിറ്റ്സർലാൻഡിലൊന്നും പറയാം. അപ്പം ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് ഓർത്ത് ഫോട്ടോയ്ക്ക് പോസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ. അപ്പം നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടകരയ്ക്കപ്പുറം കാവനാട് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേരെന്ന് പറയുന്നത് ചാറ്റിലാമ്പാട് എന്ന് പറയുന്നതാണ് കേട്ടോ. ഗൂഗിൾ മാപ്പിലൊക്കെ ഉണ്ട്. ആർക്കെങ്കിലുമൊക്കെ പോകണമെങ്കിൽ അത് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് പോയാൽ മതി. പിന്നെ കാറൊക്കെ ആയിട്ട് പോകുന്നവർ ശ്രദ്ധിക്കുക, ചെറിയ ഇടുങ്ങിയ വഴികളാണ്. അതുകൊണ്ട് പാർക്കിങ്ങിനൊക്കെ സൗകര്യം വളരെ കുറവാണ്. ബൈക്കിനൊക്കെ പോകുന്നതായിരിക്കും ഉചിതം. പിന്നെ മഴയൊക്കെ ആണെങ്കിൽ അതിന് വേണ്ടിയുള്ള കുടയോ കാര്യങ്ങളൊക്കെ റെയിൻകോട്ടോ ഒക്കെ എടുത്തിട്ട് പോവുക. എങ്കിൽ മാത്രമേ അതിലേക്കൂടെ നടക്കാനൊക്കെ പറ്റത്തുള്ളൂ. ലലിവായോ
ബാ ബാ ഞാൻ എടുക്കാം ബാ ബാ ഈ പാടത്തെ ഏറ്റവും മനോഹരമാക്കുന്ന ഒന്നാണ് ഈ ആൽമരവും അതിനോട് ചേർന്ന കൽവിളക്കും. അപ്പോൾ അവിടെ ആൾക്കാർ വന്ന് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഞാനും കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പയ്യെ നടന്ന് നീങ്ങുന്നത് കുറച്ച് വെള്ളക്കെട്ടുകൾ കൂടിയാണ്. അതിൽ കൂടെ ചെറിയ ഒഴുക്കും ഒക്കെ ഉണ്ട് കേട്ടോ. ചെറിയ ചെറിയ പൊടിമീനുകളൊക്കെ അതിൽ കൂടി ഇങ്ങനെ ഓടിക്കളിച്ച് നടപ്പുണ്ടായിരുന്നു. അതുപോലെ പിള്ളേരും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ ഓടിക്കളിച്ച് നടക്കാനായിട്ട്. നമുക്കും ഇതിനകത്തൂടെ ഇങ്ങനെ നടക്കുമ്പോൾ കാലിലൊക്കെ ചെളി പറ്റുമ്പോൾ ഈ വെള്ളം കാണുന്ന ഒരു ആശ്വാസമാണ്. അപ്പോൾ നമ്മൾ ഈ മുന്നോട്ട് നടന്ന് നീങ്ങുന്നത് ഒരു ഗോശാല കാണാനായിട്ടാണ്. ചെറിയൊരു പശുത്തൊഴുത്തും കുറേ പശുക്കളും ഒക്കെ ആയിട്ട് ഒരു ഗോശാല അവിടെയുണ്ട്. അതിനോട് ചേർന്ന് തന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് പാർക്ക് പോലുള്ളൊരു സൗകര്യവും അവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാനായിട്ടാണ് നമ്മളിപ്പോൾ നടന്ന് നീങ്ങുന്നത്.
അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.